ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏതു രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എന്റെ വ്യക്തിത്വത്തെ ഞാൻ എന്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും വെച്ചിട്ട് അശ്ലീല പോസ്റ്റർ എഴുതി പടച്ചു വിട്ടവന് ചുട്ട മറുപടി കൊടുത്ത് ഫാത്തിമ തഹ്ലിയ. ആദ്യം തന്നെ പറയട്ടെ, ഫാത്തിമ തഹ്ലിയ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ഫാത്തിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനാണ്. പേരാമ്പ്രയുടെ ചുണക്കുട്ടി ഞാനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ നോക്കി ഞാൻ ഇവിടെ ഒരു പോസ്റ്റർ വയ്ക്കാം. ഈ ഒരു കിളവൻ, എനിക്ക് തോന്നുന്നു ഫാത്തിമ തഹ്ലിയയുടെ ഫാദറിൻ്റെയൊക്കെ ഒരു പ്രായം കാണും ഈ വ്യക്തിക്ക്. ഇയാൾ വെച്ചിട്ട് എഴുതി ഉണ്ടാക്കിയ എന്ത് മ്ലേച്ഛകരമായിട്ട് മോശകരമായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഒരു MLA പറ്റിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മോളെ പ്രായമില്ലോടൂ, നാണമില്ലേ? എന്തായാലും പുള്ളിക്കാരന് ഫാത്തിമ തഹ്ലിയ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്, പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിയമസഭയിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്, സ്പീക്കറിൻ്റെ മുമ്പിലാണ്. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഫാത്തിമ തഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ഫാത്തിമ തഹ്ലിയ MLA ആയത് തൊട്ട് കുരു പൊട്ടിയിട്ട് കുറേ ടീംസുകൾ പുള്ളിക്കാരി എന്ത് ചെയ്താലും കുറ്റമായിട്ട് കണ്ടെത്തുന്ന. ഷാഫി പറമ്പിലുമായിട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം, അതിനകത്ത് ഉടനെ അവിഹിതം കൊണ്ടുവരും, ഷാഫിയുമായിട്ട് പ്രണയമാണ്, മണ്ണാങ്കട്ടയാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ ഏതെങ്കിലും ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് അഹങ്കാരിയാണ്, മറ്റേതാണ്, മറിച്ചതാണ്. എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളൊക്കെ ഇങ്ങനെ കുരുപൊട്ടി കമൻ്റ് ഇടുന്ന ആളുകളോടാണ്. ഇതൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങളെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക്, നിങ്ങളെ സഹോദരിമാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിക്ക്, ആ സഹോദരിക്ക് കിട്ടിയപ്പോഴത്തേക്ക് അതൊക്കെ കാണാനുള്ള ത്രാണി നിങ്ങൾക്കില്ല. അതാണ് ഈ കുരുപൊട്ടി കമൻ്റ് ഇടുന്നത്. 33 വയസ്സും കണ്ടുള്ളൂ. ഈ 33ാമത്തെ വയസ്സിൽ MLA ആവണമെങ്കിൽ, അതും ലീഗിൻ്റെ ഫസ്റ്റ് MLA ആണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, മുസ്ലിം ലീഗിൻ്റെ ചുണക്കുട്ടി എന്ന് വേണമെങ്കിലും പറയാം. എന്നാലും ഫാത്തിമ തഹ്ലിയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ആ കള്ളക്കിളവന് മോളെ പ്രായമുള്ള അയാൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പോസ്റ്റർ, വെച്ചിട്ടുള്ള പോസ്റ്ററും കൂടെ കാണിച്ചിട്ടാണ് ഫാത്തിമ തഹ്ലിയ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നത്. ഇയാളുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ ഇതുപോലുള്ള മക്കളൊന്നും ഇല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ചങ്ങാതി നാണവും മാനവും ഇല്ലയോ? അധ്വാനിച്ച് ജീവിച്ചുകൂടെ? എന്തിനാണ് ഇങ്ങനെ ഈ ഒരു രാഷ്ട്രീയമാവാം, പക്ഷേ ഇതുപോലുള്ള രാഷ്ട്രീയമാവരുത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാവല്ലേ. എന്തായാലും ആ ചുട്ട മറുപടി കൊടുക്കുന്ന, നിയമസഭയിൽ മറുപടി കൊടുക്കുന്ന, അതിനെതിരെ പ്രതികരിക്കുന്ന ഫാത്തിമ തഹ്ലിയയുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏതു രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എന്റെ വ്യക്തിത്വത്തെ ഞാൻ എന്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അങ്ങനെ ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥർ അത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസിന് നമ്മളത് കൊടുക്കുകയും
ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഞാൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിന് അന്വേഷിക്കാനുള്ള ഓർഡർ ഇടുകയും ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സർ, ഇത് എന്റെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്നത് സഭയുടെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായിട്ട്, അത് പൊതുമേഖലയിലാണെങ്കിലും ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഇടപെടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാകണം. അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള സൈബർ കേസുകളുടെ പിന്നാലെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ദയവായിട്ട് ശ്രമിക്കണം എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, കണ്ടല്ലോ. എന്തായാലും കിളവന്റെ കട്ടയമണം ഇളകുന്ന ഒരവസ്ഥയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നു ചങ്ങാതി. നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ നോക്കി അങ്ങോട്ട് പോയാൽ പോരായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഈ സ്ത്രീകളെ പിടിച്ച് ഇതുപോലുള്ള ഫോട്ടോ വെച്ചിട്ട് ഇതുപോലുള്ള മോശം? നിങ്ങൾ അഭിപ്രായം പറഞ്ഞു, കുഴപ്പമില്ല. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞു, ആ പ്രസ്താവന വെച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ, നിങ്ങൾ എഴുതി വെച്ചോ, കുഴപ്പമില്ല. അത് വി ഡി സതീശൻ വരെ പറഞ്ഞിട്ടുള്ളതാണ്. അഭിപ്രായം പറഞ്ഞോ. അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് മാധ്യമങ്ങളിൽ ചാനലുകളിൽ വന്നിരുന്ന അഭിപ്രായം പറയുന്നവരുണ്ട്. അവരവരെ സോഷ്യൽ മീഡിയയിൽ വഴി അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതുപോലെ തെണ്ടിത്തരം കാണിക്കുന്ന പരിപാടി അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫാത്തിമ തഹ്ലിയ ബസ്സിനകത്ത് കയറിയുന്നുണ്ട്. യാത്ര ചെയ്യാത്ത ആളുകൾ, മാധ്യമങ്ങൾ അല്ലാത്ത ആളുകളോട് ഇന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിന് അതുവരെ വളച്ചൊടിച്ച് കുറേ കുരുപൊട്ടുന്ന ടീംസുകൾ വന്നിട്ട് ഫാത്തിമ തഹ്ലിക്കെതിരെ അങ്ങോട്ടങ്ങോട്ട് കുരുപൊട്ടി കമൻ്റ് ഇടുന്നുണ്ട്. അഹങ്കാരിയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ഇവളേക്ക് ആരാണ് MLA ആക്കി എന്നുള്ള രീതിയിലൊക്കെ എന്തൊരു മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള കമൻറ്റുകളാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഷാഫി പറമ്പിലുമായിട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് കോൺഗ്രസ്സിലുള്ളൊരു MLA ആയിട്ടോ ഒരു മന്ത്രിയായിട്ടൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പിടിച്ചുകൊണ്ടിരുന്ന കാണാം. രാഹുൽ രാഹുൽ എവിടെ പോയി? രാഹുലിനെ പോലെയാണോ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾ എന്നൊക്കെ രീതിയിൽ എന്തൊക്കെ മ്ലേച്ഛമായിട്ടുള്ള കമൻറ്റുകളാണിത്. നാണവും മാനവും ഉളുപ്പില്ലാത്ത കുറേ ആളുകൾ അല്ലേ. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഇപ്പം റീസെൻ്റായിട്ടൊരു 1-2 ഇൻ്റർവ്യൂസ് ഞാൻ കാണാനിടയുണ്ടായി. അതിനകത്ത് ഫാത്തിമ തഹ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യൂസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഞാനിവിടെ വെച്ച് തരാം. അതിനകത്ത് ഫാത്തിമ തഹ്ലിയ ഒരു ചടങ്ങിന്, ഒരു പബ്ലിക് ചടങ്ങിന് പോയ സമയത്ത് അവിടെ നിലവിളക്ക് കൊളുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ സമസ്ത വന്നിട്ട് കുറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിളക്ക് കൊളുത്താൻ പാടില്ലായിരുന്നു, മറ്റേതാണ്, മറിച്ചതാണ്. ഇവിടെ നിലവിളക്ക് കൊളുത്തുന്നത് കൊളുത്താത്തതല്ല. പുള്ളിക്കാരി ഒരു കാര്യം മാത്രം ചിന്തിക്കുക. പുള്ളിക്കാരി ഇപ്പം അവിടുത്തെ ഒരു MLA ആണ്. MLA എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന മതത്തിലെ MLA, അല്ലെങ്കിൽ ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ മുസ്ലിമാണ്, മുസ്ലിം മതക്കാർക്ക് അല്ലെങ്കിൽ മുസ്ലിംസിന് മാത്രമുള്ളൊരു MLA അങ്ങനെയൊന്നുമില്ല. ഫാത്തിമ തഹ്ലിയ അവിടുത്തെ MLA ആണെങ്കിൽ ഏത് സ്ഥലത്താണോ ഫാത്തിമ തഹ്ലിയ നിന്ന് മത്സരിച്ചിട്ടുള്ള അവിടുത്തെ MLA എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ ജാതി മത വ്യത്യാസവും ഇല്ലാതെ എല്ലാ ആളുകളുടെ MLA ആണ്. അപ്പോൾ എല്ലാ ആളുകളും വിളിക്കുന്നത് ചിലപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് പോകേണ്ട വരും. അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി പ്രസംഗിക്കേണ്ടി വരും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിം പരിപാടികളിൽ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ലീഗിൻ്റെ, അങ്ങനെ എല്ലാ ആളുകളുടെയും MLA ആണ്. എല്ലാ പരിപാടിക്കും പോയേ പറ്റൂ. പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തിരി കൊളുത്താനോ വിളക്ക് കൊളുത്താനോ പറയുന്ന സമയത്ത് ഇല്ല, ഞാൻ വിളക്ക് കൊളുത്തത്തില്ല, ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. MLA ആണെങ്കിൽ എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ എല്ലാ ജാതി മത വ്യത്യാസവും ഇല്ലാതെ എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ടേ പറ്റൂ. സമസ്ത വന്നിട്ട് കുറേ അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വട്ടം പറയും, ഒരു കാര്യം ചെയ്യും, ഫാത്തിമ തഹ്ലിയ മുസ്ലിങ്ങളെ വോട്ട് മാത്രം പിടിച്ചാൽ മതി, ഞങ്ങൾ ഹിന്ദുക്കൾ തരത്തില്ല, ഞങ്ങൾ ക്രിസ്ത്യാനി തരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. എന്തായാലും അതിനൊക്കെ നല്ല വ്യക്തമായിട്ട്, നല്ല കൃത്യമായിട്ട്, നല്ല രീതിയിൽ പക്വതയോടുകൂടി ഫാത്തിമ തഹ്ലിയ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. കാരണം ഫാത്തിമ പറയുന്നുണ്ട്, മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് ഫാത്തിമ തഹ്ലിയ മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഈ നിലവിളക്ക് വിവാദം വന്നു. പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിലെ അഭിപ്രായവും ഒക്കെ വരുന്നു. ആ വിഷയത്തിൽ ഞാൻ നിലപാട്
വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ മതങ്ങളെയും പണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ആ വിഷയത്തിൽ ഞാൻ ഈ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിൽ പറഞ്ഞതേ ഈ മതപരമായ ചടങ്ങായി കണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനൊരിക്കലും നമുക്കൊരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ രേണു. അതായത് മതങ്ങളെ, മത നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മതാശയങ്ങളെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിലപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അതിൽ ഒറ്റ കാര്യം ഈ സമസ്ത നേതാക്കൾ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മതാചാരമായി ബന്ധപ്പെട്ടതിനെ കാണണ്ട, അല്ലാണ്ട് വെളിച്ചം പകരുന്നു എന്ന നിലയിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ എങ്ങനെയാണ് ആ ചടങ്ങിനെ കണ്ടത് എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ ഇതിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ഡ്രസ്സിങ്ങിലും ഇതിലൊക്കെ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, അതിനാ രൂപത്തിൽ തന്നെയാണ് എൻ്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരെയും ഹേർട്ട് ചെയ്യാനല്ല, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കും. ഓക്കെ, കണ്ടല്ലോ. എന്തായാലും ഇതുപോലെ വെച്ചിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ പടച്ചു വിടുന്ന ഇതുപോലുള്ള കള്ളക്കിളവന്മാർക്ക് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. അഭിപ്രായം പറഞ്ഞോടോ, അതിനൊന്നും കുഴപ്പമില്ല. അഭിപ്രായം പറഞ്ഞു, അതിനകത്ത് എന്താണ് പ്രശ്നം? നമ്മളൊക്കെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കും. നല്ലതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതിനെ ഉറപ്പായിട്ടും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി പ്രതികരിച്ചത് നല്ലതെന്ന് തന്നെയാണ് പറയാം. കാരണം അല്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള വൃത്തികെട്ട വെച്ചിട്ട് ഫോട്ടോസ് ഉണ്ടാക്കി ഇതുപോലെ ഇനിയും പ്രചരിപ്പിക്കും. അപ്പോൾ എന്നാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഫാത്തിമ തഹ്ലിയ ഈ ചെയ്തതിനോട് എത്ര ആളുകൾ യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കാരണം ഈ പ്രതികരിച്ചത്, അല്ലാതെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നത്, കാരണം ഇതിനൊക്കെ പ്രതികരിക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനലായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ